ഒരു കാലത്ത് നാടകവേദികളിൽ സജീവമായിരുന്ന കലാകാരിയാണ് എറണാകുളം കാലടി സ്വദേശി മാധവി ബാലകൃഷ്ണൻ. ഇന്നിപ്പോൾ തന്റെ 81-ാം വയസ്സിലും സ്വന്തമായി അധ്വാനിച്ച് വരുമാനം കണ്ടെത്തുകയാണ് മാധവി. ഏറെ കായികാധ്വാനം വേണ്ട ശുചീകരണ തൊഴിലാളിയായാണ് മാധവി ജീവിതത്തിൽ വേഷമിട്ടിരിക്കുന്നത്. അതിൻ്റെ സ്റ്റുഡിയോയിൽ എത്തിപ്പോഴേക്കും ഉഷാ നന്ദിനി, ചാന്ദിനി, KP ഉമ്മർ സാറും ഷൂട്ടിങ് കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് കയറുന്നത് അരമണിക്കൂർ മുമ്പ് ചെന്ന് അതിൽ ചെന്നപ്പെടുത്താന് അതിനൊക്കെ കാര്യമുണ്ടായിരുന്നു. ഒരു കാലത്ത് നാടകങ്ങളിൽ തിളങ്ങി നിന്ന നടിയാണ് കാലടി മറ്റൂർ സ്വദേശി മാധവി ബാലകൃഷ്ണൻ. 81 വയസ്സുണ്ട്. മാധവി ഇപ്പോൾ കാലടി ടൗണിൽ ശുചീകരണ ജോലി ചെയ്യുകയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു നാടകത്തിലെ അരങ്ങേറ്റം. 7 രാത്രികൾ, ഒരേ രക്തം, കായംകുളം കൊച്ചുണ്ടി, മനസ്സമ്മതം തുടങ്ങിയവ മാധവി അഭിനയിച്ച പ്രധാനപ്പെട്ട നാടകങ്ങളാണ്. വിവാഹശേഷം കലാരംഗത്ത് നിന്ന് മാറി നിന്നു. പിന്നീട് 30 വർഷത്തോളം പാർട്ട് ടൈം സ്വീപ്പറായി ജോലി ചെയ്തു. 24 വർഷം കാലടി പോലീസ് സ്റ്റേഷനിലും 6 വർഷത്തോളം ആലുവ പോലീസ് സ്റ്റേഷനിലുമായിരുന്നു ജോലി. മനസ്സമ്മതം നാടകം കാഞ്ഞൂര് പ്രഭാത തിയേറ്റേഴ്സിൻ്റെ കീഴിലായിരുന്നു. ആ നാടകം പഠിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് AP കുര്യൻ സാറ് തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നത്. ഇന്ന് മൊബൈൽ അതൊന്നും ഇല്ലല്ലോ പരസ്യത്തിന്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ കൊടുക്കും. അങ്ങനെയാണ് വോട്ട് കൂടുതൽ വാങ്ങിക്കണത്. ഒറ്റ ദിവസം രാത്രി ഈ 3 സ്റ്റേജ് അഭിനയിച്ചു. രാത്രി തന്നെ മേക്കപ്പ് തുടയ്ക്കാതെ തന്നെ വണ്ടി കയറിപ്പോയി 3 സ്റ്റേജിൽ അഭിനയിച്ചു. പണ്ട് ഏവർക്കും പ്രിയങ്കരിയായിരുന്ന നാടകനടിയാണ് കാലടിയിൽ ശുചീകരണ ജോലി ചെയ്യുന്നതെന്ന് ഇപ്പോഴാണ് പലരും അറിയുന്നത്. പിന്നാലെ വിവിധ സാംസ്കാരിക സംഘടനകൾ മാധവിയെ വീട്ടിലെത്തി ആദരിച്ചു. മീഡിയ 1 കൊച്ചി.